ഭ്രാന്തന്റെ പ്രണയം ആൻ അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം 38. ദേവിക പോയി കിടന്നിട്ടും അസ്വസ്ഥമായ മനസ്സുമായി മാളു അടുക്കളയിൽ തന്നെ നിന്നു. വിനോദ് അവളോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതോ മുകളിലേക്ക് വരണമെന്ന് പറഞ്ഞതോ ഒന്നും അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇന്ദ്രേട്ടൻ എന്തിനാവും എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നേ? അതും വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളുകൾക്കിടയിൽ എന്നൊന്നും അങ്ങോട്ട് വിളിച്ചിട്ട് പോലുമില്ല. ഞാൻ പോയിട്ടുമില്ല. എല്ലാം അയാളെ അമ്മാവനെ ഭയന്നിട്ടാ. എന്നിട്ടും ഇപ്പോൾ ഇങ്ങനെ ഒന്ന്. ശരിക്കും അപ്പച്ചിക്ക് വെയ്യേ? അപ്പച്ചി അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇന്ദ്രേട്ടൻ വരുന്നേ? ഓരോന്ന് ആലോചിക്കും തോറും അവൾക്ക് ഭയം കൂടിക്കൂടി വരാൻ തുടങ്ങിയിരുന്നു. ഉണ്ണിയേട്ടനോട് പറഞ്ഞാലോ എന്നെ നാളെ വിടല്ലേന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ എന്ത് കാരണം പറയും ഞാൻ ഉണ്ണിയേട്ടനോട്? ആൾക്ക് ഇന്ദ്രേട്ടനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ഇന്ദ്രേട്ടൻ പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഞാൻ അങ്ങനെ മുഖം കൊടുത്തിട്ടില്ല ഇന്ദ്രേട്ടന്. ഉണ്ണിയേട്ടൻ ഇന്ദ്രേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ രണ്ടാളും പരസ്പരം സംസാരിച്ചിട്ടില്ല. ഒരിക്കൽ ഇന്ദ്രേട്ടൻ ഇവിടെ വന്ന് പണം വാങ്ങിക്കൊണ്ട് പോണത് ഉണ്ണിയേട്ടൻ കണ്ടതാ. അന്ന് അമ്മയോട് ചോദിച്ചായിരുന്നു എന്തിനാ പണം കൊടുക്കുന്നേന്ന്. അപ്പൊ അമ്മ പറഞ്ഞത് മാളുവിന്റെ ഏട്ടനാ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ കുറച്ച് പണം തരണേന്ന് യാചിച്ചാ എങ്ങനെ കൊടുക്കാതിരിക്കുന്നെന്നാ. അന്ന് ഇന്ദ്രേട്ടൻ അതാ പറഞ്ഞിരുന്നതും യാചനയോടെ. മാളു ഒന്ന് നിശ്വസിച്ചു. ഉണ്ണിയേട്ടനൊഴികെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന രഹസ്യം. ആദ്യം പണം വാങ്ങിച്ചിരുന്നത് യാചനയോടെ തന്നെയായിരുന്നു. ഇന്ദ്രേട്ടന് ബിസിനസ് തുടങ്ങാനാണെന്ന് പറയും. അമ്മ താല്പര്യത്തോടെ അല്ലെങ്കിലും എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും മറുത്തൊന്നും പറയാതെ പണം കൊടുത്തിരുന്നു. ഹരിയേട്ടൻ അതിന് അമ്മയെ വഴക്കു പറയായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഒരാളോട് ഇല്ലാന്ന് പറയാൻ സങ്കടാ. അതുകൊണ്ട് പിന്നീട് പണം കൊടുത്തത് ഹരിയേട്ടനെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഉണ്ണിയേട്ടൻ്റെ അസുഖം മാറിയ ശേഷം ഞാൻ ഉണ്ണിയേട്ടൻ്റെ ഭാര്യയാണെന്ന് ഉണ്ണിയേട്ടനെ അറിയിക്കുന്ന ഭീഷണിയുടെ സ്വരത്തിലാ അമ്മാവൻ പറഞ്ഞേ. ഇന്ദ്രേട്ടൻ്റെ ബുദ്ധിയായിരിക്കും. ആ ഒരു കാര്യത്തിൽ മാത്രം എല്ലാവരും ഭയന്നുപോയി. ഹരിയേട്ടൻ പോലും. ആരെങ്കിലും പറഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ സത്യങ്ങൾ അറിഞ്ഞാൽ പിന്നീട് ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ ഹരിയേട്ടനടക്കം എല്ലാവരും മൗനം പാലിച്ചു. എല്ലാത്തിൻ്റെയും സൂത്രധാരൻ ഇന്ദ്രേട്ടൻ തന്നെയാവും. പക്ഷേ അമ്മാവനെ കൊണ്ടാ എല്ലാം ചെയ്യിപ്പിക്കുന്നേ. ബാക്കിയുള്ളവരുടെ മുന്നിൽ മാന്യനാവാനുള്ള അയാളുടെ ശ്രമം. പക്ഷേ എൻ്റെ ഹരിയേട്ടനറിയാലോ ഇന്ദ്രേട്ടൻ്റെ സ്വഭാവം. ഹരിയേട്ടനോട് പറഞ്ഞാലോ? അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഹരിയേട്ടൻ നാളെ രാത്രി വരുമെന്നല്ലേ ഉണ്ണിയേട്ടൻ പറഞ്ഞേ? അപ്പോൾ ഇനി എന്ത്? അവൾക്ക് പേടി കൊണ്ട് കണ്ണു നിറയാൻ തുടങ്ങിയിരുന്നു. നാളെ രാവിലെ ഹരിയേട്ടനെ വിളിച്ചു പറയാ. ഇന്നിനി എങ്ങനെ വിളിക്കും? ഇത്രയും സമയമായില്ലേ? അവൾക്ക് സങ്കടം തോന്നി. ഉണ്ണിയേട്ടനോട് ഇന്ദ്രേട്ടനെ കുറിച്ച് ഞാൻ എങ്ങനെ പറയും? അമ്മയ്ക്കും അറിയില്ല. പറയാൻ എനിക്ക് ധൈര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞാൽ അമ്മ വിശ്വസിക്കുമോയെന്ന് അറിയില്ല. അത്രയ്ക്ക് നന്നായിട്ടാ ഇന്ദ്രേട്ടൻ അമ്മയുടെ മുന്നിൽ അഭിനയിക്കുന്നേ. എന്നെ അമ്മയ്ക്ക് ഇഷ്ടാ. പക്ഷേ ഇന്ദ്രേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് അത് എങ്ങനെ? നാളെ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം അവൾ തീരുമാനിച്ചു. ഉണ്ണിയേട്ടനോട് പറയാൻ പറ്റില്ല. ആളുടെ മനസ്സൊന്നും എനിക്കിപ്പോൾ മനസ്സിലാവണില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞാൽ എങ്ങനെ എടുക്കുന്ന അറിയില്ല. എന്തുകൊണ്ടാ എന്നോടൊന്ന് ഇത്ര സ്നേഹത്തിൽ പെരുമാറിയേ അതുപോലും അറിയില്ല. പക്ഷേ ആ കൈകളുടെ ചൂടിൽ മാളു പഴയ ഉണ്ണിയേട്ടൻ്റെ ഗായമായതുപോലെ. അവളൊന്ന് പുഞ്ചിരിച്ചു. അയ്യോ! പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൾ പറഞ്ഞു. എൻ്റെ മഹാദേവ, ഉണ്ണിയേട്ടൻ എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതല്ലേ? ഞാൻ മറന്നുപോയില്ലോ. അവൾ ടെൻഷനോടെ അടുക്കളയിലെ ലൈറ്റ് കെടുത്തി പെട്ടെന്ന് ഹാളിലേക്ക് വന്നു. ഹാളിലെ സോഫയിൽ മുഖം വീർപ്പിച്ചിരിക്കുന്ന വിനോദിനെ കണ്ട് അവൾക്ക് എന്തിനോ ചിരി വന്നുപോയി. എവിടെയൊക്കെയോ അവൾ അവളുടെ ആദ്യത്തെ ഉണ്ണിയേട്ടനെ തിരയാൻ തുടങ്ങി. ധാവണിത്തുമ്പ് കയ്യാൽ തിരിപിടിപ്പിച്ചുകൊണ്ട് അവൾ അവൻ്റെ മുന്നിൽ വന്നു നിന്നു. വിനോദ് അവളുടെ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കി. മാളു പതർച്ചയോടെ തല താഴ്ത്തി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് പിടിച്ചിരുത്തി. മാളു അവനെ മിഴിച്ചു നോക്കി. എന്താടി? അവളുടെ നോട്ടം കണ്ടതും അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ ഒന്നുമില്ല എന്ന് ചുമലനക്കി. അവൻ ഗൗരവത്തോടെ മൂളി. പറയും മാളു, എന്താ വരാതിരുന്നേ? അവൻ വീണ്ടും ചോദിച്ചു. അത് ഞാൻ മറന്നുപോയി. അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു. എന്നെ മറന്നുപോയോ? അവൻ പെട്ടെന്ന് ചോദിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടെ. അവളുടെ സങ്കടം നിറഞ്ഞ മുഖം കണ്ടതും പിന്നീട് അവനൊന്നും പറയാൻ തോന്നിയില്ല. അവനൊന്ന് നിശ്വസിച്ചു. എന്നാ ഇപ്പൊ വാ, എനിക്ക് സംസാരിക്കാനാ, അവൻ പ്രതീക്ഷയോടെ പറഞ്ഞു. ഇവിടെ ഇരുന്ന് സംസാരിക്കാമോ? അവൾ ചോദിച്ചു. അതെന്താ, നിനക്കെൻ്റെ റൂമിൽ വന്നൂടെ? അവനിൽ ഗൗരവമാണ്. ഇനി ആ റൂമിലേക്ക് താൻ കയറുന്നുണ്ടെങ്കിൽ അത് ഉണ്ണിയേട്ടൻ എന്നെ ഓർമ്മ വന്നതിന് ശേഷം ഉണ്ണിയേട്ടൻ എന്നെ സ്വീകരിച്ചാൽ മാത്രമാണെന്ന് പറയാൻ അവൾക്ക് തോന്നി. പക്ഷേ അവൾ മിണ്ടിയില്ല. പറയുമാളൂ. അവൻ അവളെ അവനോട് ഒന്നുകൂടി ചേർത്തിരുത്തി. അവൾ അവൻ്റെ നെഞ്ചിൽ ഇടിച്ചിരുന്നു. ഒന്നുമില്ല, ഇവിടെ ഇരുന്ന് സംസാരിക്കാം വിനോട്ടാ, പ്ലീസ്. അവളുടെ ചുണ്ട് വിതുമ്പിപ്പോയി.
അയ്യോ അതിന് മോളെന്തിനാ കരയുന്നേ? എന്നോട് ദേഷ്യമുള്ളതുകൊണ്ടാ വരാത്തെന്ന് കരുതിയിട്ടാ ഞാൻ. സോറി. അവൻ പറഞ്ഞു. എനിക്ക് ദേഷ്യമൊന്നും ഇല്ലല്ലോ. അവൾ വിങ്ങിക്കൊണ്ട് അവനെ നോക്കി. അവൻ പെട്ടെന്ന് അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ച് അവളുടെ പുറത്ത് തലോടി. സാരല്ലാട്ടോ, ഞാൻ കുറേ നേരം മാളുവിനെ കാത്തിരുന്നു. കാണാത്തോണ്ട് പറഞ്ഞതാ. വിഷമിക്കല്ലേ. പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു. അവളൊന്ന് മൂളി. അല്പനേരം അവർ രണ്ടുപേരും അങ്ങനെ തന്നെ ഇരുന്നു. പക്ഷെ പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൾ അവനിൽ നിന്നൊന്ന് കുതറി. അടങ്ങിയിരിക്കുമാളൂ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവളൊന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചാരിയിരുന്നു. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി മിന്നി. മാളുവിനോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ കാണുമ്പോൾ ഇങ്ങനെ മറഞ്ഞു നിൽക്കരുതെന്ന്. പിന്നെ എന്തിനെന്നെ കണ്ടപ്പോൾ മറഞ്ഞു നിന്നേ? അവൻ വീർത്ത മുഖത്തോടെ ചോദിച്ചു. അവൾ അങ്ങനെ തന്നെ കിടന്ന് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ്റെ നോട്ടവും അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. അമ്മ ഉണർന്നു വരും, എന്നെ വിടുവോ? അവൾ ചോദിച്ചു. അമ്മയ്ക്ക് ഉറങ്ങിക്കാണും. ഇനി വന്നാലും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. മാളു പറയേ, അവൻ പറഞ്ഞു. അവളുടെ മുഖത്ത് പതർച്ച. അത് അത് ഞാൻ പിന്നെ അവൾക്ക് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ മുഖത്ത് എന്തിനോ നാണം. അവൻ വിടർന്ന മുഖത്തോടെ അവളുടെ നാണം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി. പിന്നെ അവൻ്റെ ശബ്ദവും പതിഞ്ഞതുപോലെ. അത് ഞാൻ ഉണ്ണി അല്ല, വിനോട്ടൻ ഉച്ചയ്ക്ക് എന്നെ അങ്ങനെയൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ടാ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. അവൻ്റെ മുഖത്ത് കള്ളച്ചിരി വിരിഞ്ഞു. വിനോട്ടൻ എന്തു ചെയ്തെന്നാ മാളു? അവൻ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. അവൾ ദയനീയമായി അവനെ നോക്കി. അത് കണ്ടപ്പോൾ അവന് ചിരി വന്നുപോയി. ശരി ശരി പറയണ്ട. പക്ഷേ ഇനി ഇങ്ങനെ മറിഞ്ഞു നിന്നാ അപ്പം നിനക്കെൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. എന്നെ അടിക്കുവോ? അവൾ ചുണ്ടു മലർത്തിക്കൊണ്ട് ചോദിച്ചു. ആ അടിക്കും. അത് വേണ്ടെങ്കിൽ ഇനി ഇങ്ങനെ മറിഞ്ഞു നിൽക്കരുത്, മനസ്സിലായോ? അവൻ ചിരിയോടെ പറഞ്ഞു. മനസ്സിലായി. അവളും പറഞ്ഞു. എന്ത് മനസ്സിലായി? ഇനി മറിഞ്ഞു നിൽക്കൂല, പതിയെ അവൾ പറഞ്ഞു. നല്ല കുട്ടി. അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. എന്തേ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. ഇതാണോ എന്നോട് സംസാരിക്കാനുണ്ടായിരുന്നേ? അവൾ ചോദിച്ചു. അവൻ മൂളി. അവൾ മറുപടി പറയാതെ അങ്ങനെ തന്നെ കിടന്നു. അവൻ്റെ നോട്ടം അവളുടെ കഴുത്തിലേക്ക് പോയി. എന്നും കാണാറുണ്ട് അവളുടെ കഴുത്തിലെ ഒരു സ്വർണ്ണമാല. പക്ഷേ അതെപ്പോഴും ഡ്രസ്സിനകത്തായിരിക്കും. കുറച്ചു ഭാഗം മാത്രമേ പുറത്ത് കാണാറുള്ളൂ. സത്യങ്ങൾ അറിഞ്ഞ ശേഷം എനിക്കറിയാത് ഞാൻ കിട്ടിയ താലിമാലയാണെന്ന്. അതുമാത്രമല്ല, നേരിട്ട് വന്നില്ലെങ്കിലും പെണ്ണ് സ്വപ്നത്തിൽ വന്ന് ഇതെല്ലാം കാണിച്ചു തരാറുണ്ടല്ലോ, ഈ മാലയും താലിയും. പിന്നെ അവളുടെ ഈ അത്രയും ചിന്തിച്ചപ്പോഴേക്കും അവൻ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചുകൊണ്ട് തലയൊന്ന് കുടഞ്ഞുപോയി. കണ്ണിലിപ്പോഴും കിതപ്പോടെ തന്നെ വിളിക്കുന്ന മാളുവിൻ്റെ മുഖം തെളിയുന്നു. അവൻ കുറുമ്പോടെ അവളെ ഒന്ന് നോക്കി. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചോളാ, എന്നിട്ട് കിടക്കുന്ന നോക്ക്, അവൻ കുറുമ്പോടെ ചിന്തിച്ചു. മാളു നാളെ പോയാ പെട്ടെന്ന് വരുമോ? പെട്ടെന്ന് അവൻ്റെ ശബ്ദത്തിൽ എന്തോ ഒരു സങ്കടം. മാളു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യത്തിൽ അവൾ നാളെ പോവേണ്ട കാര്യം മറന്നിരിക്കുകയായിരുന്നു അവൻ്റെ സ്നേഹത്തിൽ. പക്ഷെ വീണ്ടും ഭയം നിറയുന്നു. ഞാൻ പോണില്ല വിനോട്ടാ, അവൾ പതിയെ പറഞ്ഞു. അവൻ്റെ മുഖം ഒന്ന് വിടർന്നു. അതെന്തേ? അവൻ ഉള്ളിലെ സന്തോഷം അടക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് എനിക്ക് നിങ്ങളാരും വിട്ട് പോവാൻ ഇഷ്ടമല്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയുള്ള മറുപടി. അവൻ്റെ ഹൃദയം സാന്ദ്രമായി. തനിക്ക് വേണ്ടിയാണ് അവൾ പോകാതിരിക്കുന്നത് എന്ന് അവൻ ചിന്തിച്ചു. അതോർക്കെ അവനൊരു വേദന തോന്നി. അവൻ അവളെ അകത്തിയിരുത്തി അവളുടെ മുഖം രണ്ട് കൈകൊണ്ടും കോരിയെടുത്തു. മാളു അത്ഭുതത്തോടെ അവനെ നോക്കി. മാളു പൊക്കോട്ടോ, വേഗം വന്നാ മതി, ഞാൻ കാത്തിരുന്നോളാം, അവൻ പ്രണയത്തോടെ പറഞ്ഞു. രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞുപോയി. ഞാൻ പോണില്ല വിനോട്ടാ, ഇവിടെ ഇവിടെ നിന്നോളാം, അവൾ തേങ്ങലോടെ പറഞ്ഞു. അവൻ അവളുടെ മൂക്കിൽ മൃദുവായൊന്ന് ചുംബിച്ചു. ഞങ്ങളോർത്ത് പോവാതിരിക്കേണ്ട മാളു, മോളുടെ അപ്പച്ചിയല്ലേ, അവരെ നോക്കേണ്ടത് നീയല്ലേ. അപ്പോ നീ പോവാതിരുന്ന എങ്ങനെയാ? അതോ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ കണ്ണു തുടച്ച് സംശയത്തോടെ ചോദിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ ഒരാളലുണ്ടായി. ഒന്നുമില്ല, എനിക്ക് ഇന്ദ്രേട്ടനെ പേടിയാ, അവൾ തല താഴ്ത്തി. വിനോദിന്റെ നെറ്റി ചുളിഞ്ഞു. അതെന്താ, മോളുടെ ഏട്ടനല്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് എന്നെ വഴക്കു പറയും, എനിക്കിഷ്ടല്ല, അത്രേ അവൾ പറഞ്ഞുള്ളൂ. ആണോ? ഞാൻ നാളെ അവനോട് സംസാരിക്കാം. എന്തായാലും ആള് പൊക്കോ, അവൻ നിന്നെ ഒന്നും പറയില്ല, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഇന്ദ്രൻ അവളെ വഴക്കു പറയുമെന്ന് കേട്ടത് അവന് ദേഷ്യം തോന്നി. അവള് ദയനീയമായി അവനെ ഒന്ന് നോക്കി. നിനക്ക് വേറെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ മാളു? അവൻ നെറ്റി ചുളിച്ചു. ഇല്ല, ഞാൻ പൊക്കോളാ, എന്നെ വിളിക്കോ? അവൾ സങ്കടത്തോടെ ചോദിച്ചു. അവനൊന്ന് ചിരിച്ചു. ഞാൻ വിളിച്ചാ മോൾക്ക് ദേഷ്യാവില്ലേ? അവൻ സങ്കടം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കിഷ്ടാ, അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു. ആരെ?
അവനിൽ കുറുമ്പ്. അവളുടെ കണ്ണു വിഴിഞ്ഞു. വിളിക്കുന്നതിഷ്ടാ. അതാ പറഞ്ഞേ. വിക്കലോടെ അവള് തിരുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാ വിളിക്കാം. അവൻ അപ്പോഴും ചിരി തന്നെയാണ്. അവളുടെ മുഖം വിടർന്നു. ഞാൻ പോണോ? അവള് വീണ്ടും ചോദിച്ചു. അവൻ കപടദേഷ്യത്തോടെ അവളെ നോക്കി. അവളൊന്ന് പുഞ്ചിരിച്ചു. അത് കണ്ടപ്പോ അവനും ഒന്ന് ചിരിച്ചു. ഒരു കാര്യം ചെയ്യാ, നീ നാളെ ചെല്ല്. മറ്റന്നാ ഞാൻ വരാം നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ. നിന്റെ അപ്പച്ചിക്ക് ഒട്ടും വയ്യെങ്കിൽ നമുക്കൊരാളെ നിർത്താ. എന്തേ, അത് മതിയോ? മതി. അവള് സന്തോഷത്തോടെ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. അവളിൽ നിറഞ്ഞത് ആശ്വാസമായിരുന്നു ആ നിമിഷം. എന്നാ ഇനി മാളു പോയി കിടന്നോ? അവൻ പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് എഴുന്നേൽക്കും മുന്നേ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി. അവൻ പെട്ടെന്ന് അവന്റെ കവിൾ അവൾക്ക് നേരെ കാണിച്ചു കൊടുത്തു. മാളു അന്തം വിട്ട് അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ട് അവന്റെ ചുണ്ടു കൂർത്തു. തന്നിട്ട് ഉറങ്ങിയാ മതി. എനിക്ക് മാളുവിനെ നല്ല ഇഷ്ടാ. പ്രണയത്തോടെയാണ് അവനത് പറഞ്ഞത്. അവള് നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി. ഇഷ്ടോ? അവളുടെ വിറയാർന്ന സ്വരം. അപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന ബോധം അവന് വന്നത്. അവൻ പതർച്ചയോടെ അവളെ നോക്കി. അത് ആ ഇഷ്ടം. നിന്റെ സംസാരം കേൾക്കാൻ എനിക്ക് നല്ല ഇഷ്ടാ. അതാ ഞാൻ പറഞ്ഞേ. അവൻ പതർച്ചയോടെ പറഞ്ഞപ്പോൾ അവളുടെ മുഖമൊന്ന് വാടിപ്പോയി. ഒരു ഉമ്മ തരുമോ? അവൻ കൊഞ്ചി. അവൾ ചിരിയോടെ അവന്റെ കവിളിൽ ഒരു ഉമ്മ വെച്ചുകൊണ്ട് പെട്ടെന്ന് അവളുടെ റൂമിലേക്ക് ഓടി. എന്തായിരുന്നു അവൻ ഉമ്മ ചോദിച്ചതിന്റെ അർത്ഥം? അവൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അത് എന്തു തന്നെ ആയാലും ഞാൻ എൻ്റെ ഭർത്താവിന് ഉമ്മ കൊടുത്തേ, അവളുടെ മനസ്സ് പറഞ്ഞു. വാതിലിന്റെ അടുത്തെത്തിയതും അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ തന്നില്ല. അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട. അവൾക്ക് നാണമാണ്. അവൻ ഒന്ന് ചിരിച്ചു. നമുക്ക് കാണാം, സമയമുണ്ടല്ലോ. അവളെ നോക്കി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ മീശ പിരിച്ച് മുകളിലേക്ക് നടന്നു. അവന്റെ പോക്ക് നോക്കിക്കൊണ്ട് അവളും റൂമിനകത്തേക്ക് കയറി ഡോറടച്ചു. മാളു ചിരിയോടെ വിനോദിന്റെ കവിളിൽ ചുംബിച്ച അവളുടെ ചുണ്ടിലൊന്ന് തലോടി. അയ്യേ. നാണത്തോടെ അവൾ സ്വയം മുഖം പൊത്തി. എന്റെ മഹാദേവ, എന്റെ ഉണ്ണിയേട്ടൻ എന്നും എന്നോടിങ്ങനെ സ്നേഹത്തിൽ സംസാരിക്കണേ. അവൾ ഉള്ളം നിറഞ്ഞു പ്രാർത്ഥിച്ചു. പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും ഇന്ദ്രന്റെ മുഖം അവളിൽ ഒരു അസ്വസ്ഥത നിറച്ചിരുന്നു. തുടരും.